സുഖമായിരിക്കുന്നു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അതിൻ്റെ നല്ല രീതിയിൽ നടക്കട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. സന്തോഷം. എന്താ പേര്? കൃഷ്ണ. നിങ്ങളൊക്കെ സുഖമായിരിക്കുന്നോ? ഭക്ഷണമൊക്കെ കഴിച്ചോ? മുഖത്തൊരു വാട്ടം ഉണ്ടല്ലോ. ടെൻഷൻ വല്ലതും ഉണ്ടോ? ടെൻഷൻ. അപ്പോൾ നിങ്ങൾ ഈ ലഹരി വിരുദ്ധ പരിപാടിയിൽ അണിചേരുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അത്യാവശ്യം വിവരമുണ്ട് അല്ലേ? ഹലോ, നമ്മുടെ ഈ കേരളത്തിൻ്റെ ഭാവി അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ ഭാവി എന്ന് പറയുന്നത് യുവതലമുറയെ ആശ്രയിച്ചിരിക്കുന്നു. ആ യുവതലമുറ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് കൈകോർത്തുകൊണ്ട് ഒറ്റക്കെട്ടായി ഇപ്പം നമ്മൾ നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്ന ഈ ലഹരിക്കെതിരെ പോരാടാം. അതിന് ഓരോരുത്തരുടെയും പങ്ക് അത്രയും വിലപ്പെട്ടതാണ്. ഒരുമിച്ച് നിന്ന് ഒരുമയോടുകൂടി കൈകോർത്തുകൊണ്ട് ഇതിനെതിരെ നമുക്ക് പ്രവർത്തിക്കാം. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, നമുക്കൊരു നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ ലൈവായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുക. അവരോട് ഈ ലഹരി നിങ്ങൾക്കൊക്കെ ഇതുമായിട്ട് കുറച്ചുകൂടെ ബന്ധമുണ്ടല്ലോ. നിങ്ങൾ ഇതിൻ്റെ ആൾക്കാരെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ വളരെയധികം ഇന്നത്തെ യുവതലമുറ ഒരുപാട് അറിഞ്ഞും അറിയാതെയും ഇതിലോട്ട് വന്ന് വീടുന്നുണ്ട്. പക്ഷേ പാരൻസ് ആയാലും മറ്റുള്ളവരാളെ ആരായാലും ഇത് വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. താങ്ക് യു സർ. സന്തോഷമല്ലേ? സന്തോഷം. അപ്പോൾ ഞാൻ വണ്ടിയിലോട്ട്. ശരി 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 ശരി. ഓക്കെ. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഞാൻ നെയ്യാറ്റിങ്കര മിംസിലാണുള്ളത്. ഇവിടെ അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയുന്നല്ലോ, ഭയങ്കര കനത്ത വേനൽ ചൂടാണ്. അപ്പോൾ ഈ ചൂടെന്ന് പറഞ്ഞാൽ ചെറിയ ചൂടല്ല. അപ്പോൾ ഈ ചൂടിൻ്റെ ഇടയിൽ നിന്ന് നമ്മുടെ തൊപ്പിയുടെ ആവശ്യം ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ തൊപ്പി നമ്മുടെ ഇതിനിടയിൽ ഒരു അറിയിപ്പുണ്ട്. രണ്ടുപേരെ കാണാനില്ല. കാശ്മീർ താജ് ഇബ്രാഹിം എൻ്റെ വിജയകുമാർ കണ്ടെത്തി. അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടുപേരെ കാണാനില്ലല്ലോ. അപ്പോൾ ഇത് നമ്മുടെ തൊഴുംകോടാ. നമ്മുടെ അനുഗ്രഹീതനായ ക്യാമറമാനാണ് ഇത് ഷൂട്ട് ചെയ്ത് പകർത്തി പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നെയ്യാറ്റിൻകരയിലും പരിസര പ്രദേശങ്ങളിലും ഏറ്റവും അറിയപ്പെടുന്ന ഒരു മെഡിക്കൽ സ്ഥാപനമാണ് ഇത്. ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ വളരെ ഒരുപക്ഷെ ഈ ജനങ്ങളിൽ ഒരുപാട് അവബോധം ഉണ്ടാക്കാൻ ഇദ്ദേഹത്തിന് കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കൊന്ന് നേതാക്കന്മാർ നട്ട മാവല്ലേ ഇത്? ഓക്കെ, കൊള്ളാമല്ലോ. അപ്പോൾ എനിക്കൊന്ന് സി ദിവാകരനും പി ജയരാജനും ഒക്കെ തന്നെ നട്ട മാവ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇവർ മാവ് നട്ടേച്ച് പോകാൻ കാര്യം എന്താ? നമ്മളൊരു ഹരിതകർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ട് ഫലവൃക്ഷ ചെടികൾ നടുക എന്നുള്ളൊരു ഉദ്യമത്തോടെയാണ് 1,00,000 ചെടികൾ നടുന്ന ഭാഗമായിട്ട് തുടങ്ങിയ പദ്ധതിയാണ്. നിംസ് തുടങ്ങിയപ്പോഴേ ഉണ്ടായിരുന്നു. ഈ ആൽമരം എല്ലാം അതിൻ്റെ തുടങ്ങിയതാണ്. VK സാറായിരുന്നാലും എല്ലാവരും തന്നെ ഇവിടെ വരുമ്പോൾ, ഓരോരുത്തർ വരുമ്പോഴും KE മാമൻ സാറായിരുന്നാലും എല്ലാവരും ഇവിടെ ചെടി നട്ടിട്ടുണ്ടെന്നുള്ളതാണ്. വേനൽ മഴ സ്ട്രോങ് ആണോ? സ്ട്രോങ് ആണ്. അപ്പോൾ ഓരോ കുഞ്ഞ് ജനിക്കുമ്പോഴും ഇവിടെ നിന്ന് മടങ്ങി പോകുമ്പം ഒരു ചെടി കൊടുത്തു വിട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ 15 വർഷമായിട്ട് നമുക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ 10-15,000-ഓളം ചെടികൾ അങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, വളരെ സന്തോഷം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവബോധം ഉണ്ടാക്കാൻ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ ആളുകൾ ഇതിനെക്കുറിച്ച് അവബോധം ഉണ്ടായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കേരളീയ സമൂഹത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് ഇതുവരെ നമ്മൾ ഇതൊന്നും ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം പല വീടുകളിലും ഇതൊക്കെ പുറത്തിറങ്ങിയാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകൂ, നമ്മുടെ മാനക്കേട്, റെപ്യൂട്ടേഷൻ, ഇതൊക്കെ തന്നെ വലിയ പ്രശ്നമായിരുന്നു. പക്ഷേ നമ്മുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായി തുടങ്ങിയെന്ന് മനസ്സിലായപ്പോൾ, അമ്മമാരുടെ ആശങ്കയൊക്കെ കണ്ടപ്പോൾ എല്ലാ മെഷീനറികളും ഇപ്പോൾ വളരെ സജീവമായി രംഗത്ത് വന്നു. ഗവൺമെൻറ് മെഷീനറി ഇപ്പോൾ അതിവേഗത്തിൽ ആക്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ കോഴിക്കോട്, കൊച്ചി നഗരങ്ങളിലൊക്കെ നമുക്കറിയാം എക്സൈസൊക്കെ തന്നെ വളരെ സജീവമായിരിക്കുന്നു. അതുപോലെ പോലീസ് സംവിധാനം വളരെ വളരെ സജീവമായിട്ടാണ് കാര്യങ്ങളെ നിർവഹിക്കുന്നത്. അപ്പോൾ ഏറ്റവും സന്തോഷകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിംസ് പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെ ഈ ജനങ്ങൾക്കുണ്ടായിരിക്കുന്ന ഈ പ്രശ്നത്തിൽ കാര്യമായി ഇടപെടാൻ തീരുമാനിക്കും. നമ്മളെയൊക്കെ തന്നെ അവർ വളരെ സഹായിക്കുന്നുണ്ട്. റെയിൻ വാട്ടർ ഇവിടെ വരുന്ന ഈ മഴയിൽ നിന്നാണ് ഈ പറഞ്ഞ 20,00,000 ലിറ്റർ കപ്പാസിറ്റി ടാങ്കാണ്. ഇതിന്നാണ് ഡയാലിസിസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡയാലിസിസിന് വെള്ളം കണ്ടെത്തുന്നത് മഴവെള്ളത്തിൽ നിന്നുമാണ്. അപ്പം നമുക്ക് ഓരോ 3 മാസം കൂടുമ്പോൾ അടുത്ത മഴ വരുമ്പോഴേക്കും ഈ ടാങ്ക് ഫില്ലാവും. വീണ്ടും അടുത്ത 3 മാസം കൂടെ നമുക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റും. ഒരു ദിവസം എനിക്ക് തോന്നുന്നു 2000 ഡയാലിസിസാണ് ഒരു മാസം ഈ ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള വെള്ളം നമുക്ക് 20,00,000 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ടാങ്കിൽ നിന്നും കിട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ മഴ ഒരു അവിചാരിതമായിട്ടുള്ള മഴയാണ്. അപ്പോൾ ഇത് വീണ്ടും ഈ ടാങ്ക് വീണ്ടും ഫില്ലാവും. അപ്പോൾ അങ്ങനെ അതൊരു നാച്ചുറൽ സൈക്കിളുമാരി അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വിശാലമായ ഒരു ക്യാമ്പസിൻ്റെ, നിംസ് മെഡി സിറ്റിയുടെ ക്യാമ്പസിൻ്റെ ഉള്ളിലൂടെയാണ് ഞാൻ ഈ ചെറിയ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങളോട് സംസാരിച്ചത് ഈ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഫൈസൽ ഖാനാണ്. അപ്പോൾ ഫൈസൽ ഖാൻ്റെ ഒരു സ്വപ്ന, അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു ഇത്.
എന്തായാലും പ്രതീക്ഷ പോലെ തന്നെ പദ്ധതി നടപ്പാക്കാനും കഴിഞ്ഞു. നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ രാജ്യത്തിലെ ഫസ്റ്റ് നെറ്റ് സീറോ എമിഷൻ ക്യാമ്പസായിട്ട് നിംസ് മാറുകയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വേസ്റ്റുകൾ, ഫുഡ് വേസ്റ്റ് ആയിക്കോട്ടെ, എന്ത് വേസ്റ്റ് ആയിരുന്നാലും അതിനെ നമ്മൾ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഫസ്റ്റ് വേസ്റ്റ് എനർജി പവർ പ്ലാന്റ് ആണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് അവിടെ നമുക്ക് കാണാൻ വേണ്ടി പോകുന്നത്, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതുപോലെ ഇവിടെ 5 ലക്ഷം ലിറ്റർ വെള്ളമാണ് ഒരു ദിവസം ആവശ്യമുള്ളത്. അത് ഈ പറഞ്ഞ കണക്ക് STP വഴി തിരികെ പോകുമ്പോൾ അതിനെ റീസൈക്കിൾ ചെയ്തുകൊണ്ട് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ഇവിടെ തന്നെ 2 ഏക്കറോളം കൃഷിഭൂമി നമുക്കുണ്ട്. ഈ പറയുന്ന STP വാട്ടറിനെയാണ് നമ്മളത് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. അതിനെ റീസൈക്കിൾ ചെയ്തുകൊണ്ട് വീണ്ടും നമ്മൾ ഹോസ്പിറ്റൽ വാഷിംഗ് മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണ്. ഓക്കെ, എന്തായാലും നല്ല കാര്യം. അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ മോഡലായിട്ടുള്ള കുറേ പ്രവർത്തനങ്ങൾ, മാതൃകാപരമെന്ന് നമ്മൾക്ക് പറയാൻ പറ്റുന്ന ചില പ്രവർത്തനങ്ങൾ ഇവിടെ ശരിക്കും നടക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഇത് മഴ വന്നത് നമ്മുടെ പ്രവർത്തനത്തെയൊന്നും ബാധിക്കുന്നില്ല. നമ്മൾ ഒരുപക്ഷെ ഈ മഴ വന്ന് നന്നായി പെട്ടെന്ന് നമ്മുടെ ഈ വേനൽ ചൂടിനെ ഒന്ന് തണുപ്പിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അത് ആ ഷോട്ട് ഒന്ന് കാണിച്ചോളൂ എന്തായാലും. ഇവിടെ ഉണ്ടാക്കുന്നത് ഇന്നലെ നമ്മൾ കഴിച്ച ഫുഡിന്റെ വേസ്റ്റ് കൊണ്ട് നമ്മളെ 10 ടൺ വേസ്റ്റ്, അതായത് മുനിസിപ്പാലിറ്റിയിലുള്ള വേസ്റ്റ് അടുത്തുള്ള സമീപത്തുള്ള പഞ്ചായത്തുള്ള വേസ്റ്റ് കളക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു പ്രോജക്റ്റ് അങ്ങനെയാണ്. സമീപത്തുള്ള പഞ്ചായത്തുകളിലെയും പുറത്തുള്ള ഇനി ആരും പുറത്ത് വേസ്റ്റ് ഇടുന്നുള്ളതാണ്. നിങ്ങൾക്ക് പുറത്ത് വേസ്റ്റ് ഇടുന്നുണ്ടെങ്കിൽ നിംസി കൊണ്ടുവരൂ, നമ്മൾ ആ വേസ്റ്റ് എടുത്തോളാം എന്നുള്ളതാണ്. ആ വേസ്റ്റ് കൊണ്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതിന്റെ പ്രോജക്റ്റാണ്. അതിന്റെ ഫൈനൽ ഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 മാസം കഴിയുമ്പോഴേക്കും ഇന്ന് നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റുമെന്നാണ്. വേസ്റ്റിന്റെ കൗണ്ടറിനെ ഉണ്ട്, വേസ്റ്റ് അക്സെപ്റ്റിംഗ് കൗണ്ടർ നമ്മൾ ഇറക്കുകയാണ്. വേസ്റ്റ് മാനേജ്മെന്റ് ആണോ ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം? ഏറ്റവും വലിയ പ്രശ്നം വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. റോഡിൽ വലിച്ചെറിയുക, നമുക്ക് തന്നെ അറിയാം, ഒടുത്ത് പോലും ബിന്ന് പോലും കാണുന്നില്ല റോഡിലൊന്നും. അപ്പൊ അതുകൊണ്ടാണ് ഒരു സ്വകാര്യ സ്ഥാപനം നമ്മൾ. അഭിലാഷ്, നമുക്ക് വിട്ടോ തൊഴിലും കൂടെ വണ്ടി വിട്ടോ. ഓക്കെ, അത് ശരി. ഓക്കെ. നമുക്കിനി എന്തോ ഒരു ഉദ്ഘാടനം നമുക്ക് ചെയ്യാനുണ്ടല്ലേ? വൈറ്റ് കോട്ട് സെറമണിയാണ്. നഴ്സുമാരുടെയും ഡെന്റൽ കോളേജ് ഡോക്ടേഴ്സിന്റെയും വൈറ്റ് കോട്ട് സെറമണിയാണ്. അവരാദ്യമായിട്ട് പേഷ്യന്റ് ഇനി സർജിക്കൽ പ്രാക്ടിക്കൽ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന്റെ ഒരു സെറമണിയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ടവരെ ഇന്ന് വാഴനൂൽ പട്ട് ഗവേഷണ കേന്ദ്രമാണ്. ഇവിടെ നിന്ന് ഈ പറയുന്ന വേസ്റ്റ് വാട്ടറിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന കാർഷിക ഇതെല്ലാം വാഴയും മറ്റു കാര്യങ്ങളെല്ലാം നടന്നത്. ഇതിന്റെ വാഴ എന്നുണ്ടാകുന്ന വാഴപ്പഴം മാത്രമല്ല, അതിന്റെ ആ തണ്ടിനെ എടുത്തിട്ട് നമ്മൾ വാഴനൂൽ പട്ടുണ്ടാക്കുകയാണ്. അതിനൊരു നാനോ ടെക്നോളജി ചേർന്നുകൊണ്ട് ത്രെഡ് ഉണ്ടാക്കുക.